വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോന്നീതാ പറന്നമ്മേ. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോന്നീതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അതെ, പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ ഈ ഭൂമിയിൽ? പ്രകൃതിയിലെ വർണ്ണവിസ്മയമായ പൂമ്പാറ്റകളെ കവികളും സാഹിത്യകാരന്മാരും ആവോളം വർണ്ണിച്ചിട്ടുണ്ട്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയെ ഏറ്റവും മനോഹരമാക്കുന്നത് ജന്തുസസ്യ വൈവിധ്യങ്ങളാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ജീവികളാണ് പൂമ്പാറ്റ എന്നറിയപ്പെടുന്ന ചിത്രശലഭങ്ങൾ അഥവാ ബട്ടർഫ്ലൈസ്. ഒരു കാലത്ത് ചെടികൾക്ക് ചുറ്റുമുള്ള നിത്യകാഴ്ചയായിരുന്നു ചിത്രശലഭങ്ങൾ. ചിറകുകളിൽ ചിത്രപ്പണികളുള്ള സുന്ദര ജീവികൾ. നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ കൊതിക്കുന്ന ഭൂമിയിലെ മനോഹര കാഴ്ചകളിലൊന്ന്. മനുഷ്യോൽപത്തിക്ക് 970 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉടലെടുത്തുവെന്ന് കരുതുന്ന ഈ ജീവിവർഗം നമുക്കേവർക്കും കാഴ്ചയുടെ വർണ്ണവസന്തം തീർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രധാന കണ്ണി കൂടിയാണ്. ചിറകുകളിൽ കണ്ണുകളുള്ള വിവിധ നിറത്തിലുള്ള പൂമ്പാറ്റകൾ വർണ്ണങ്ങളുടെ ഒരു മേളം തന്നെ തീർക്കാറുണ്ട്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ വർണ്ണവിസ്മയങ്ങളെ നോക്കി നിൽക്കാറുണ്ട്. പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പാറി നടന്ന് തേൻനുകരുന്ന ചിത്രശലഭങ്ങൾ ഒരു കാലത്ത് സജീവമായിരുന്നു. പൂമ്പാറ്റകളുടെ കലവറയായ കേരളത്തിൽ ചെറുതും വലുതുമായി ഏകദേശം 326 ഇനം ശലഭങ്ങൾ കാണപ്പെടുന്നു. വനപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമാണ് ശലഭങ്ങളെ സർവ്വസാധാരണമായി കാണുന്നത്. ഇത്തിരി കുഞ്ഞന്മാർ മുതൽ ഏറെ വലിപ്പമുള്ള പൂമ്പാറ്റകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. ശലഭങ്ങളുടെ കൂട്ടത്തിൽ ഏതാനും ചിലരെ നമുക്ക് പരിചയപ്പെടാം. സാധാരണയായി നമുക്ക് എല്ലായിടത്തും കാണാവുന്ന പൂമ്പാറ്റകളാണ് അരളി ശലഭങ്ങൾ. വളരെ സാവധാനത്തിൽ പറക്കുന്ന ഇവയുടെ പ്രധാന ആഹാരം തെറ്റി, ചെമ്പരത്തി, അരിപ്പൂ, കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിലെ തേനാണ്. അരളിശലഭങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അരളിച്ചെടിയിലും നന്നാറി, ആൽവർഗം, ഇലഞ്ഞി, വള്ളിപ്പാല എന്നീ ചെടികളിലുമാണ് മുട്ടയിടുന്നത്. പൊന്തക്കാടുകളിൽ അധികം ഉയരത്തിലല്ലാതെ തെന്നിത്തെന്നി പറക്കുന്ന ചോക്ലേറ്റ് ശലഭങ്ങൾ തവിട്ടുശലഭം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവയുടെ ഇഷ്ട ആഹാരം സൂര്യകാന്തിയും ജമന്തിപ്പൂവുമാണ്. വയൽച്ചുള്ളികളിലും കുറിഞ്ഞിലയിലും മുട്ടയിടുന്ന ഇവയ്ക്ക് വേനൽക്കാലത്ത് നരച്ച കരിയില നിറമാണ്. കാച്ചിൽ ചെടിയിൽ മുട്ടയിടുന്ന നീലരാജൻ ശലഭങ്ങളാണിവ. തേൻ നുകരുന്നതിനു പകരം ഇക്കൂട്ടർ ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ശലഭങ്ങളെ പോലെ തെന്നി തെറിച്ചാണ് ഇവയും പറക്കാറുള്ളത്. ശലഭങ്ങളുടെ കൂട്ടത്തിലെ കോമാളികളാണ് പുള്ളിപ്പൊട്ടൻ അഥവാ നാട്ടുകോമാളി. ചെടികളിലെ തേൻ നുകരുന്ന ഇവയെ പൊതുവെ എല്ലായിടത്തും കാണാം. കാരമുള്ളിൻ്റെ ചെടിയിൽ മുട്ടയിടുന്ന ഇവയ്ക്ക് അധികം ഉയരത്തിൽ പറക്കാൻ സാധിക്കാറില്ല. ഇവ കൂട്ടങ്ങളായി എത്തി നനഞ്ഞ മണ്ണിലെ ഈർപ്പം വലിച്ചെടുക്കാറുണ്ട്. മറ്റൊരു കോമാളി ശലഭമാണ് കാട്ടുപുള്ളിപ്പൊട്ടൻ അഥവാ നീലവരയൻ കോമാളി. കാട്ടിലും ചോലകളിലും കാണുന്ന ഇവ ചെറുപൂക്കളിലെ തേൻ നുകരുന്നതിനോടൊപ്പം ഈർപ്പവും വലിച്ചെടുക്കുന്നു. വൻതുടലി എന്ന ചെടിയിലാണ് ഇവ മുട്ടയിടുന്നത്. റെഡ് പാരറ്റ് ശലഭങ്ങളിലെ ചെങ്കോമാളി. വിവിധതരം പൂക്കളിലെ തേൻ നുകരുന്ന ഇവയെ നനവുള്ള സ്ഥലങ്ങളിലും കാടുകളിലുമാണ് കാണാറുള്ളത്. വെയിൽ കായുന്ന ശീലമുള്ള ഇവ ചെമ്പുള്ളിപ്പൊട്ടൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. പീബ്ലൂ അഥവാ പട്ടാണി നീലി ശലഭം. പൂക്കൾക്കു വേണ്ടി അലഞ്ഞു നടക്കുന്ന ഇവയെ കൃഷിസ്ഥലത്തും പുൽമേടുകളിലും കാണാറുണ്ട്. ദേശാടനം നടത്തുന്ന അപൂർവം ശലഭങ്ങളിലൊന്നായ ഇവ പട്ടാണി ചെടിയിലും പ്ലാഷിലുമാണ് മുട്ടയിടാറ്. സാധാരണയായി വെള്ളിലച്ചെടിയിലും മൊസാൻഡയിലും മുട്ടയിടുന്ന ശലഭങ്ങളാണ് വെള്ളിലത്തോഴി. ഈർപ്പം വലിച്ചെടുക്കാറുള്ള ഇവയ്ക്ക് തേനും ഇഷ്ടമാണ്. തേൻ വലിയ ഇഷ്ടമല്ലാത്ത ചെമ്പുവാലൻ ശലഭങ്ങളുടെ ഇഷ്ട ആഹാരം ചെടികളിലെ കറയാണ്. കാച്ചിൽ ചെടിയിൽ മുട്ടയിടാറുള്ള ഇവയ്ക്ക് ഈർപ്പം വലിച്ചെടുക്കാനും ഇഷ്ടമാണ്. കാട്ടുചെടികളിൽ മുട്ടയിട്ട് സാധാരണ പൂക്കളിലെ തേൻ നുകരുന്ന വിശേഷ ശലഭമാണ് വെള്ളിവാലൻ.
ഇവയുടെ പിൻചിറകിൽ നാട പോലുള്ള വാൽ കാണുന്നു. അതുകൊണ്ടായിരിക്കാം വെള്ളിവാലൻ എന്ന പേര് വന്നത്. കാട്ടിലും മരങ്ങളിലുമാണ് ഇവയെ സാധാരണ കാണാറുള്ളത്. ഒരു സാധാരണ ശലഭമാണ് വെള്ളിവരയൻ. ചെടിയിൽ നിന്ന് തേൻ നുകരുന്ന ഇവ വേഗത്തിൽ പറക്കും. വട്ടപ്പലം, കാര, ഇലന്ത എന്നീ ചെടികളിലാണ് മുട്ടയിടുന്നത്. വ്യത്യസ്ത നിറങ്ങളിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ശലഭങ്ങളാണ് പൊട്ടുവാലാട്ടി, മുക്കുറ്റി, പൂവാങ്കുറുന്തൽ, തൊട്ടാവാടി, മുയൽ ചെവിയൻ, തുമ്പ എന്നിവ ഭക്ഷിക്കുന്ന ഈ ശലഭങ്ങൾ മുട്ടയിടുന്നത് കന്നി, ഉങ്ങ്, ഏലം, അശോകം എന്നീ ചെടികളിലാണ്. കറുപ്പൻ പൂമ്പാറ്റകളെയും സാധാരണയായി എല്ലായിടത്തും കാണാറുണ്ട്. ചീഞ്ഞ ഫലങ്ങളിൽ നിന്ന് സത്ത് വലിച്ചെടുക്കുന്ന ഇവയെ തണലിലാണ് കൂടുതലും കാണാറുള്ളത്. നെൽച്ചെടിയിലും പുൽവർഗ്ഗങ്ങളിലും മുട്ടയിടുന്ന ഇവ അധികം പറക്കാറില്ല. ശലഭങ്ങളുടെ കൂട്ടത്തിൽ പുലിത്തോലിന്റെ ഭംഗിയുള്ള പൂമ്പാറ്റയാണ് പുലിത്തയ്യൻ. വേഗത്തിൽ പറക്കുന്ന ഇവ കാട്ടുചെടികളിൽ നിന്നാണ് തേൻ കുടിക്കാറുള്ളത്. ദേശാടനക്കാരായ ഇവ വള്ളിച്ചെടികളിലാണ് മുട്ടയിടുന്നത്. നീലിശലഭങ്ങളുടെ കൂട്ടത്തിലെ വലിയ ശലഭങ്ങളാണ് യവന നീലിശലഭങ്ങൾ. തേൻ നുകരാത്ത ഇവ മരത്തിലെ കറ വലിച്ചെടുക്കുന്നു. ഇലഞ്ഞി പൂക്കുമ്പോൾ നീലിശലഭങ്ങളെ ധാരാളമായി കാണാം. നീർമരുതിലാണ് ഇവ മുട്ടയിടുന്നത്. നിലത്തോട് ചേർന്ന് പറക്കുന്ന നീലിശലഭം പയർനീലി എന്ന പേരിലും അറിയപ്പെടുന്നു. പയർവർഗ സസ്യങ്ങളിൽ മുട്ടയിടുന്ന ഇവ കുഞ്ഞു ചെടികളിലെയും വൻ വൃക്ഷങ്ങളിലെയും തേൻ നുകരുന്നു. നാരകവർഗ ചെടികളിൽ മുട്ടയിടാറുള്ള നാരകനീലി ശലഭങ്ങൾ പുൽനാമ്പുകളോട് ചേർന്നാണ് പറക്കാറുള്ളത്. ഈർപ്പം വലിച്ചെടുക്കുന്ന ഇവ ചെറുപൂക്കളിലെ തേനും നുകരാറുണ്ട്. ധാരാളം മരങ്ങളുള്ളിടത്ത് കാണുന്ന തേൻ അധികം ഇഷ്ടമല്ലാത്ത പൂമ്പാറ്റയാണ് സൂര്യശലഭം. വേഗത്തിൽ പറക്കുന്ന ഇവ ഈർപ്പം വലിച്ചെടുക്കാറുണ്ട്. കന്നിച്ചെടിയിൽ മുട്ടയിടുന്ന സൂര്യശലഭങ്ങളുടെ ഇഷ്ട ആഹാരങ്ങൾ അരിപ്പൂ, വട്ടപ്പലം, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നിവയാണ്. അരണമരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നീലക്കുടുക്ക. വളരെ വേഗത്തിൽ പറക്കുന്ന ഇവയെ നാട്ടരുവികളുടെയും പുഴകളുടെയും തീരങ്ങളിൽ ധാരാളമായി കാണാം. ശലഭപ്പുഴുവിൻ്റെ ഭക്ഷണം കൈതച്ചെടിയുടെ ഇലകളാണ്. സ്വന്തം ആവാസ വ്യവസ്ഥയുടെ അതിർത്തി കാക്കുന്ന ശലഭമാണ് പുള്ളിക്കുറുമ്പൻ. അതിർത്തി കടക്കുന്ന ശലഭങ്ങളുമായി നിരന്തരം കുറുമ്പ് കൂടുന്ന ഇവയെ പൂന്തോട്ടത്തിലും കാടുകളിലും കാണാം. എല്ലാ കാലാവസ്ഥയിലും കാണാവുന്ന ശലഭങ്ങളാണിവ. വർഷത്തിൽ ഏതു കാലാവസ്ഥയിലും കാണാൻ സാധിക്കുന്ന ഒരിനം ശലഭമാണ് മഞ്ഞപ്പാപ്പാത്തി. മഴക്കാലത്തും വേനൽക്കാലത്തും വ്യത്യസ്ത നിറത്തിൽ കാണുന്ന ഇവ തകരച്ചെടിയിലാണ് മുട്ടയിടുന്നത്. പ്രാണിലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ. ഇവയുടെ ജീവിതചക്രം പൂർണ്ണ രൂപാന്തരത്തിലൂടെയാണ് നടക്കുന്നത്. 4 ദശകളാണ് ചിത്രശലഭങ്ങളുടെ ജീവിതചക്രത്തിലുള്ളത്. മുട്ട, ശലഭപ്പുഴു അല്ലെങ്കിൽ ലാർവ, പ്യൂപ്പ, ചിത്രശലഭം എന്നിവയാണ് ആ 4 ദശകൾ. ചിത്രശലഭങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്. വലിയ ഇനം ശലഭങ്ങൾ 2 മാസത്തോളം ജീവിക്കുമ്പോൾ ചെറിയ ഇനങ്ങൾ 2 തൊട്ട് 3 ആഴ്ചകൾ മാത്രമാണ് ജീവിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ പൂമ്പാറ്റകൾ വംശനാശ ഭീഷണിയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ വംശനാശം പരിസ്ഥിതിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഭീഷണിയാണ്. പൂമ്പാറ്റകൾ നിലനിൽക്കേണ്ടത് പ്രകൃതി സന്തുലനത്തിന് ആവശ്യമാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ പരാഗകാരികളായ പൂമ്പാറ്റകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.